ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ 14th ഡേ ഓഫ് ചലഞ്ചാണ്. അപ്പോൾ ഈ 14th ഡേ ഓഫ് ചലഞ്ചിൽ നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇന്നിപ്പോൾ കാണുന്ന മികച്ച ബ്രാൻഡുകളെല്ലാം നമ്മൾ ആ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് അവരുടെ ബ്രാൻഡ് കളേഴ്സ്, അവരുടെ ഫോണ്ട്, അവർ യൂസ് ചെയ്യുന്ന ലോഗോ, ഇതെല്ലാം നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരാറുണ്ട്. അപ്പോൾ ഒരു ചെറുകിട ബിസിനസ്സുകാർ എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത് അവർക്കൊരു സ്ഥായിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് അവരിപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡ് ആയിക്കോട്ടെ, നമ്മുടെ ഒരു സ്വന്തം ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഒരു കളർ തീം നമ്മൾ യൂസ് ചെയ്യുക. ആ ഒരു കളർ തീം മാത്രമായിരിക്കണം നമ്മുടെ എവിടെയും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിലായാലും നമ്മൾ എവിടെയൊക്കെ നമ്മളുടെ ഒരു ബ്രാൻഡ് വിസിബിൾ ആവുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഈ ഒരു കളർ പാറ്റേൺ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഫോണ്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് നമ്മുടെ ബ്രാൻഡ്, ആ ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോണ്ട്, നമുക്കിപ്പോൾ മെയിൻ ഹെഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫോണ്ട് യൂസ് ചെയ്യാം, പിന്നെ ടെക്സ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് വേറൊരു ഫോണ്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഫോണ്ട് അല്ലാതെ മറ്റൊരു ഫോണ്ടിൽ നമ്മുടെ ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്ത് വേറെ എങ്ങും വിസിബിൾ ആക്കരുത്. അപ്പോൾ ആ ഒരു ഫോണ്ട് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ സ്റ്റൈലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിഷ്വൽ സ്റ്റൈലുകൾ എഡിറ്റിങ്ങിനാണെങ്കിലും നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന സ്റ്റൈല്, അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഷേപ്പുകൾ, എലമെൻറ്റ്സ്, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സ്, ഇതൊക്കെ നമ്മുടെ ഒരു ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റികളാണ്. അപ്പോൾ അതൊക്കെ എപ്പോഴും യുണീക്കായിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലോഗോ, അതായത് നമുക്കിപ്പം രണ്ട് ലോഗോസൊക്കെ സാധാരണയായിട്ട് വരാറുണ്ട്. ഒരു മെയിൻ ലോഗോയും അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള നമ്മൾ എവിടെയും എപ്പോഴും യൂസ് ചെയ്യുന്ന ലോഗോ സ്റ്റൈൽ. അപ്പോൾ ഒരു ലോഗോ സ്റ്റൈൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ബ്രാൻഡിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലോഗോ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആളുകളുടെ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ മനസ്സിലോട്ട് ഇത് പെട്ടെന്ന് സ്റ്റാമ്പ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഓഡിയൻസിനെ, കറക്റ്റായിട്ടുള്ള ഒരു ടാർഗറ്റഡ് ഓഡിയൻസിനെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ ഒരു ഓഡിയൻസിനെ നമുക്ക് അട്രാക്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ, നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ ഒരു സിമ്പിൾ അവരുടെ മനസ്സിലോട്ട് പെട്ടെന്ന് കടന്നു ചെല്ലും എന്നുള്ളതാണ്. സോ നിങ്ങളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമുക്കൊരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം, ഒരു യുണീക്ക്നെസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.